ലൈറ്റിംഗ് സിസ്റ്റം നമുക്കറിയാലോ. ഇപ്പോഴത്തെ ചൂട് കാലമാണ്, വൈകുന്നേരവും ആളുകൾ ഇലക്ഷൻ പ്രിഫർ ചെയ്യും, വോട്ട് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അപ്പോൾ വൈകുന്നേരം തിരക്ക് കൂടുന്ന അറിയാമായിരുന്നു. ഞാനിതിലെ പോയപ്പോൾ കായംകുളത്ത് കണ്ടത്, ഒരു 7 മണിക്ക് കണ്ടത്, സമ്പൂർണ്ണ ഇരുട്ടിലാണ്. ഇതിൽ സ്ത്രീകൾ എന്നോട് പരാതി പറഞ്ഞു, സാർ എങ്ങനെയാ ഈ ഇരുട്ടത്ത് നിന്ന് ഞങ്ങൾ നിൽക്കുക, ഞങ്ങൾ 5 മണിക്കൂറായി നിൽക്കുന്നു, ഇപ്പൊ ഇരുട്ടും കൂടിയാണ്. എന്നിട്ട് പ്രവർത്തകർ കൊണ്ടുവന്ന് എമർജൻസി ലൈറ്റിലാണ് അവിടെ അറേഞ്ച് ചെയ്തത്. ഞാൻ അപ്പോൾ തന്നെ കലക്ടറോട് വിളിച്ചത് പറഞ്ഞു. അപ്പൊ ഇതല്ല ഇലക്ഷൻ കമ്മീഷൻ. ഇത്രയും ഇലക്ഷൻ നടത്തുന്ന ആൾക്ക് അറിയില്ലായിരുന്നോ? വൈകുന്നേരം ഇലക്ഷൻ നീണ്ടുപോകും, വൈകുന്നേരം ക്യൂ ഉണ്ടാവും. രാവിലെ മുതൽ മിഷൻ കേടായിരുന്നു. അപ്പോൾ ഇലക്ടറൽ ഓഫീസേഴ്സ് പറഞ്ഞു 6 മണിക്ക് വന്നവരെ ക്യൂവിൽ നിർത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നു. അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ 6 മണിക്ക് വരും, ക്യൂ ഉണ്ടാവും എന്നറിയുന്നവര് രാവിലെ തന്നെ വിചാരിച്ചാൽ ലൈറ്റ് അറേഞ്ച് ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഗൗരവതരമായ കാര്യവും കൂടിയാണ്. ഈ വോട്ടെടുപ്പുകൾ താമസം വന്നിരിക്കുന്ന ബൂത്തുകളിൽ ഞാൻ എന്റെ എല്ലാ സഹപ്രവർത്തകരോടും ഇന്നലെ സംസാരിച്ചു, എല്ലാ കാൻഡിഡേറ്റ്സിനോടും സംസാരിച്ചു. അവരെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞ കാര്യം, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം, ഈ ഡിലേ വന്ന ബൂത്തുകളിൽ 90% UDF മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. 90% UDF മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. ഇത് കൂട്ടി വായിക്കേണ്ടത്, ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് CPM ഹൈജാക്കിയായിരുന്നു. ഡെപ്യൂട്ടി തഹസിൽദാർമാർ, അതിന് തിരുവനന്തപുരത്ത് തന്നെ അനുഭവം ഉണ്ടായല്ലോ. ഒരാളെ സസ്പെൻഡ് ചെയ്യേണ്ട നടപടി, ഒരാൾക്ക് നടപടി എടുക്കേണ്ട സാഹചര്യം ഉണ്ടായല്ലോ. മുതൽ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്ന ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മഹാഭൂരിപക്ഷവും CPM ആളുകളായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു വോട്ടർ പട്ടിക, സാധാരണ വോട്ടർ പട്ടിക എടുത്തു നോക്കിയാൽ മരിച്ച ആളുകളുടെ പേര് ആ വോട്ടർ പട്ടികയിൽ ഉണ്ടാകും, പക്ഷെ അവസാനത്തെ പേജിൽ അത് ഡിലീറ്റഡ് എന്ന് പറഞ്ഞ് വരിക. വോട്ടർ പട്ടികയിൽ നീക്കിയിരിക്കുന്ന ആളുകളുടെ പേര് ലാസ്റ്റ് പേജിൽ വരും, ഡിലീറ്റഡ് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്ന വോട്ടർ പട്ടികയിൽ, ഇന്ന വീട്ടിലെ വോട്ടർ പട്ടിക ഡിലീറ്റ് ചെയ്തു. ഇല്ല, ഇപ്രാവശ്യം ആ കോളമേ ഇല്ല, ആ പേജേ ഇല്ല. എത്രയോ പേര് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴാണ് അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരേ ഇല്ല എന്ന് അറിയുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ പേരുകളാണ് നീക്കം ചെയ്തിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ. ഇരട്ട വോട്ടുകളുടെ കാര്യം നിങ്ങൾക്കറിയാം. അത് എന്റെ മണ്ഡലത്തിൽ തന്നെ 33,000 വോട്ട് ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു. ഐഡന്റിഫൈ ചെയ്ത് 1000-ഓളം ഞാൻ കണ്ടെത്തി ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതി അതിൽ ഇടപെടുകയും ചെയ്തു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ്. അടൂർ പ്രകാശിന്റെ ആറ്റിങ്ങിൽ ഉണ്ടായി, കേസായി, നടപടിയെടുത്തതാണ്. എന്നിട്ടും ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാണ്, ഇരട്ട വോട്ടുകൾ. CPM ഡിസ്ട്രിക്ട് കമ്മിറ്റി യോഗത്തിൽ വെച്ച് അവർ കൊടുത്ത ടാർഗറ്റ് ഇരട്ട വോട്ടുകൾ ഒരു ബൂത്തിൽ മിനിമം 10 വോട്ടുകൾ വെച്ച് ഇരട്ട വോട്ടുകൾ ചെയ്യണമെന്നാണ് ടാർഗറ്റ്. അപ്പൊ ഈ ഇലക്ഷൻ മെഷീനറി മുഴുവൻ ഹൈജാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെഷീനിൽ പരമാവധി ഇത് ഇലക്ട്രോണിക് മെഷീനൊക്കെ തന്നെ പരിശോധിച്ച് ശുദ്ധമാണെന്ന് വരുത്താനുള്ള സമയം ഇഷ്ടം പോലെ കിട്ടിയിട്ടും ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് മെഷീനുകൾ വരിക, അതിന്റെ പേരിൽ കൗണ്ടിംഗ് ഡിലേ ആവുക, ആ ഡിലേ ആവുന്നവർക്കൊന്നും ഒരു സൗകര്യം കൊടുക്കാതിരിക്കുക. ഇതിന്റെയൊക്കെ ആകത്തുക പോളിംഗ് പെർസെന്റേജ് കൃത്യമായി കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായി. അതുകൊണ്ടാണ് പെർസെന്റേജ്. ഒരു കാരണം, ഞാൻ എല്ലാ കാരണവും എന്നല്ല പറഞ്ഞത്, ഒരു കാരണം. പക്ഷേ അവരുടെ കണക്കൂട്ടൽ തെറ്റി, ചെയ്തവരുടെ കണക്കൂട്ടൽ തെറ്റി. ഇതിനെയൊക്കെ അതിജീവിക്കാവുന്ന UDF അനുകൂല തരംഗം, അതല്ലെങ്കിൽ ഗവൺമെന്റ് വിരുദ്ധ വികാരം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ കേരളത്തിൽ അലയടിച്ചതുകൊണ്ട് ഈ എല്ലാ പണിയും പയറ്റിയാലും 18 അടവും പയറ്റിയിട്ടും അവർക്ക് ഒരു സീറ്റും ജയിക്കാൻ കിട്ടാൻ പോകുന്നില്ല. CPM കിട്ടില്ല, BJP കിട്ടില്ല. 20-ൽ 20 സീറ്റും UDF ജയിക്കും. പക്ഷേ ഇത് ഗൗരവതരമായിട്ട് പാർട്ടി ഏറ്റെടുക്കാൻ പോവാണ്. ഇതിനകത്ത് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും കൃത്യമായ അനാലിസിസ് പാർട്ടി നടത്തും. എവിടെയാണ് വോട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ആരൊക്കെയാണെന്നും വോട്ട് ചെയ്യാത്തവർ ആരൊക്കെയായിരുന്നു അനാലിസിസ് നടത്തും. വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തവർ ആരൊക്കെയായിരുന്നു അനാലിസിസ് നടത്തും. കൃത്യമായിട്ടുള്ള ഈ ഇലക്ഷന് ശേഷം തറോ അനാലിസിസ് നടത്തും. ഇതിനാവശ്യമായിട്ടുള്ള നിയമ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യും.